പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയാണ്, നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. കാരണം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നടന്ന പേക്കൂത്തുകൾ ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിഷ്പക്ഷമായി മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അതായത് PMA സലാം AP ഉസ്താദ് പറഞ്ഞ ഒരു മത നിയമത്തോട് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കണ്ടു. AP ഉസ്താദ് പറഞ്ഞ മത നിയമം എന്താണ്? അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്നത്, അന്യ സ്ത്രീകൾ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, അതൊരിക്കലും പാടില്ലാത്തതാണ്, അത് വിമർശിക്കപ്പെടേണ്ടതാണെന്നാണ്. ഇതാണ് മതത്തിൻ്റെ നിയമം. ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് PMA സലാമിൻ്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കാന്തപുരം പറഞ്ഞത് ഈ പൊതുയിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഒരുമിച്ചുള്ള ബാഗുന്നത് ഒഴിവാക്കണം എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെ CPM വിമർശിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ലീഗ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ CPM മതപണ്ഡിതന്മാർ മതകാര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളോട് എന്തിനാ CPM ഇടപെടുന്നത്? ഏത് മതവിഭാഗങ്ങളായിരുന്നാലും അവരുടെ അഭിപ്രായം അവരുടെ മതവിഭാഗങ്ങളോട് പറയുമ്പോൾ അതിലെന്തിനാ കയറി ഇടപെടുന്നത്? ഇസ്ലാമിനെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ പൊതുജനം പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. അല്ല, കാന്തപുരം തെറ്റുകൾക്കെതിരെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല പ്രതികരണമായിരുന്നല്ലോ. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ എപ്പോഴും ആർജവം കാണിച്ചിട്ടുള്ള നേതാവാണ് ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുടെ സംബന്ധിച്ച് ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു. പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയാണ്, അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ. അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും, അത് പറയുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് കൊഞ്ഞനം കാട്ടുകയല്ല വേണ്ടത്. അങ്ങനെയല്ലേ? ഇപ്പം എന്തെല്ലാം സമസ്തയുള്ള ജമീയത്തിൽ പല മതവിധികളും പറയും. അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിനോട് ഒത്തുകൊണ്ട് വരുമ്പോൾ, കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയാം. എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട്, പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്, പിന്തുണച്ചവരോട്. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളും ഇത് പാലിക്കണം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഇവർ കേവലം പിന്തുണക്കുന്നത് രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതല്ലാതെ മതത്തിൻ്റെ നിയമത്തോടുള്ള കൂറുകൊണ്ടോ അതല്ലെങ്കിൽ AP ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു വാർത്താ റിപ്പോർട്ടിൽ. അപ്പോൾ ഏതായിരുന്നാലും ഇവരിത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നടന്ന പേക്കൂത്തുകൾ ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ പറഞ്ഞ മത നിയമത്തിൻ്റെ പേരിൽ ഇനി ജിഫ്രി തങ്ങൾ മാപ്പ് പറയേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല. ഏതായിരുന്നാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതും AP ഉസ്താദ് പറഞ്ഞതും എല്ലാ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരും അനുയായികളും കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.